സഹൃദരായ കലാസ്നേഹികളെ, റാസൽ കൈമ മലങ്കര കത്തോലിക്ക സമൂഹം 2023 മാർ തിമോത്തിയോസ് ദിനത്തിൽ തുബൈക്കൂൻ എന്ന പേരിൽ ഒരുക്കുന്ന ഈ മഹാസുദിനത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഈ നാടകാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സ്നേഹം ഒരു കടങ്കഥയാണെന്നും മനുഷ്യബന്ധങ്ങൾക്ക് വൈകല്യം ബാധിച്ചുവെന്നും വിശ്വസിക്കുന്ന പുതിയ തലമുറയുടെ മുന്നിലേക്കുയർത്തുന്ന ഒരു കണ്ണാടിയാണ് ഈ നാടകം. സൗന്ദര്യമോ വൈകല്യമോ തിരിച്ചറിയാനല്ല ഈ നാടകത്തെ കാണേണ്ടത്. കാഴ്ച ദർശനമാകണമെങ്കിൽ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണണം. കഥയുടെ കാണാപ്പുറങ്ങൾക്കപ്പുറം കനലിരിയുന്ന ജീവിതയാത്രയാണിത്. ക്രൈസ്തവ കുടുംബങ്ങളുടെ അടിത്തറയാകുന്ന ക്രിസ്തുനാഥൻ പകർന്നു തന്ന സ്നേഹത്തിന്റെ നേർരൂപമായ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത വിരിയുന്ന ഒരു കഥയാണിത്. ചോദ്യങ്ങൾക്കുത്തരങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു കെടാവിളക്ക്. രംഗത്ത് ഷാജു ബേബി പള്ളിപ്പാട്, ബോബൻ തോമസ്, അജു വർഗീസ്, അനീഷ് കെ സാമുവൽ, സാബു കെ ജോസഫ്, ആൻസി ഷൈജു, സ്മിത അജു. ബാലതാരങ്ങൾ നവോമി അന്ന ഷൈജു, ആരോൺ ഫിലിപ്പ് ഷാജി. ഈ നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ: ടീം കോർഡിനേറ്റർ അഞ്ചൽ ഷാജി, മേക്കപ്പ് സുനിൽ പോത്തൻകോട്ട്, സ്റ്റുഡിയോ ആൻസ് റെക്കോർഡിംഗ്സ് റാസൽ കൈമ, ഗാനരചന റോബിൻ തോമസ്, സംഗീതം സന്തോഷ് തോമസ്, നാടകരചന സംഭാഷണം ബിജു ജോസഫ് കുന്നുംപുറത്ത്, സംവിധാനം ബിജോയ് വടക്കേപ്പുറം. അപ്പച്ചാ, അപ്പച്ചാ. എന്താ മോളെ? അതേ അപ്പച്ചനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ, എന്തു വേണമെങ്കിലും മോള് ചോദിച്ചോ. ഞാൻ ചോദിക്കും, പക്ഷെ അപ്പച്ചൻ സത്യം പറയണം. സത്യം. ദേ, സത്യം. അപ്പച്ചാ, അപ്പച്ചാ, എന്നെ എന്തിനാ എല്ലാരും ഈ പൊട്ടിപ്പെണ്ണെ പൊട്ടിപ്പെണ്ണെ എന്ന് വിളിക്കുന്നേ? മോൾ എന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? അതില്ലേ, ബിൻസിമോളെ, സമൂഹത്തിന്റെ കരിപ്പുകയാകാത്ത മനസ്സുമായി ദൈവം എനിക്ക് തന്ന അമൂല്യ സമ്മാനമാ എന്റെ ബിൻസിമോള്. അപ്പച്ചനിത് എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല. അപ്പച്ചന്റെ ആ ഇളയ മോള്, ആ പൊട്ടിപ്പെണ്ണ് വല്ലത് ഒപ്പിച്ചു കാണും അല്ലേ? നിർത്ത്. ബിൻസിമോൾ എന്റെ ഇളയ മകൾ മാത്രമല്ല, നിന്റെ അനിയത്തി കൂടിയാണ്. അത് മറക്കണ്ട. പിന്നെ നീ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിനി ആവർത്തിക്കരുത്. ഏതോ വാക്ക്? ഓ, പൊട്ടിപ്പെണ്ണ് അല്ലേ അപ്പച്ചാ? അതൊരു നാടൻ ഭാഷയല്ലേ അപ്പച്ചാ? ഞാനൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല. നീ എന്ത് വിചാരിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ വയസ്സിന് കർത്താവ് തന്നിട്ടുണ്ട്. അപ്പച്ചൻ പറയുന്നത് കേട്ടാ തോന്നും അവൾക്ക് വയ്യാതായത് എന്റെ കുഴപ്പം കൊണ്ടാണ്. ഞാനും അപ്പച്ചന്റെ മോളല്ലേ അപ്പച്ചാ? പിന്നെ എന്തിനാ? മോളെ, എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ. പിന്നെ അപ്പച്ച, മോളി ചേച്ചി പറഞ്ഞു എന്റെ സ്വത്തിന്റെ വീതം കൂടെ അപ്പച്ചനോട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്.
അപ്പച്ചന്റെ മുഖത്തെന്താ അപ്പച്ച ഒരു മ്ലാനത? എന്തു പറ്റി അപ്പച്ച? എന്താ ബെൻസി? മാത്തുക്കുട്ടി, എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? ടൗണിൽ വെച്ച് ജോസിനെ കണ്ടു, പിന്നെ കൂടെ ഇങ്ങ് പോന്നു. ജോസേ, എന്റെ മേരി, അതായത് നിന്റെ അമ്മ കർത്താവിലേക്ക് പോയതിൽ പിന്നെ എന്റെ ജീവിതത്തിലുണ്ടായത് വലിയൊരു ശൂന്യതയാണ്. എല്ലാവരും ഒന്നിച്ച് ഈ വീട്ടിൽ കഴിയട്ടെ എന്ന് തീരുമാനിച്ചത് അതിൽ നിന്നുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി. അതിപ്പോ വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. അപ്പച്ച എന്തിനാ കരയുന്നേ? കരഞ്ഞെന്നോ? ആര്? ഇല്ല കുഞ്ഞെ, മോൾക്ക് തോന്നിയതാ. വല്യപ്പച്ചനെ മോളോടും കള്ളം പറയാനും തുടങ്ങിയില്ലേ? എനിക്കറിയാം, എന്റെ മമ്മി വലുതും പറഞ്ഞു കാണും. സാരമില്ല അപ്പച്ച, അസുഖം വന്നേ പിന്നെ മമ്മിക്ക് ഇച്ചിരി ദേഷ്യം കൂടുതലാ. പോട്ടേട്ടോ? അതും ആയേക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോർണിംഗ് വന്നേ. നീ ആദ്യ കുർബാനകളുടെ പ്രാർത്ഥനകളൊക്കെ മുഴുവനും പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചല്ലോ. അതെന്താടാ ജോസേ, നിന്റെ മോനൊരു ഉറപ്പില്ലാത്തതുപോലെ? അവൻ അങ്ങനെയാ, ഒന്നിനും ഒരു കൃത്യനിഷ്ഠതയില്ല. ഹോ, നിനക്ക് വല്ലാത്ത നിഷ്ഠയാ എല്ലാത്തിനും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. നിനക്കറിയാമല്ലോ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വളർന്നവരാ. കുഞ്ഞുനാൾ മുതൽ അടുത്ത കൂട്ടുകാരും. ഞാൻ ഈ ഇടവേലേക്ക് വന്നതിന് ശേഷം കുമ്പസാരിക്കാനായി ആദ്യം വന്നത് ആരാ? ധാ ഇവൻ. പിന്നെ 2 ദിവസത്തേക്ക് എൻ്റെ തലയ്ക്കൊരു മരവിപ്പായിരുന്നു. ഹോ, അല്ല, ഞാൻ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയായിരുന്നോ ഇതൊക്കെ പറഞ്ഞ് കുമ്പസാരിക്കാൻ? എന്റെ ഇടവിലോട്ട് വരുമ്പോ തന്നെ അച്ഛന് മറക്കാനാവാത്ത എന്തെങ്കിലുമൊക്കെ തരണ്ടേ അച്ഛാ? പോരാത്തനാണെങ്കിൽ അച്ഛൻ എന്റെ അടുത്ത കൂട്ടുകാരനും. കുമ്പസാരത്തിനിടയിൽ പഴയ ഓർമ്മ വെച്ച് നീ എന്നെ പേര് വിളിച്ചോ എന്നൊരു സംശയം. തനിച്ചു കിട്ടിയപ്പം അറിയാതെ വിളിച്ചു പോയതാണ് എന്റെ അച്ഛോ. ഏതായാലും നന്നായി. ചെയ്തു പോയ തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒപ്പം പുതിയത് ചെയ്യാതെ. മോർണിംഗ് വന്നേ. ആദ്യ കുർബാന നടക്കുന്നത് നവംബർ 26-നല്ലേ? അതെ ഫാദർ. ഇന്ന് എത്രയാ തീയതി? ഇന്ന് ഒക്ടോബർ 27. ഇനിയും ഏറെ സമയമുണ്ട്. നന്നായി പഠിച്ച് ടീച്ചേഴ്സിനെയും എന്നെയും പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. മോനെ, ദൈവസ്നേഹം നിലയ്ക്കാത്ത മഴ പോലെയാണ്. എല്ലാവർക്കും ഒരുപോലെയാണത് ലഭ്യമാകുന്നത്. ചിലരെ മാത്രം തിരഞ്ഞ് സ്നേഹിക്കുക എന്നത് ദൈവിക പരിപാടിയല്ല. ആ സ്നേഹത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നതനുസരിച്ചാകും ആ സ്നേഹം നമുക്ക് അനുഗ്രഹപ്രദമാകുന്നതും അനുഭവപ്പെടുന്നതും. അതിൽ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അത് മറക്കണ്ട. ഞാൻ ഇറങ്ങുവാ. കപ്പ്യാര് വെളിയിൽ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് കയറാൻ എന്തോ ഒരു മടി. അപ്പച്ചനെ ഞാൻ രാവിലെ കണ്ടതാ. പറഞ്ഞേര്. അപ്പച്ച, മോളി ചേച്ചിയുടെ അസുഖത്തെപ്പറ്റി തിരക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് ഡോക്ടറെ കണ്ടിരുന്നു. കിഡ്നികൾ രണ്ടും തകരാറിലാന്നാ പറഞ്ഞത്. ചെയ്യാനുണ്ട്, അത് കഴിയുമ്പോ പറയും.
ദേ അതിലൊരെണ്ണത്തിനെ കാണാൻ നല്ല രസമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ കളറുകളും അതിന്റെ ചിറകിലുണ്ട്. പിന്നെ കഴിഞ്ഞ പെരുന്നാളിന് പാടിയ പാട്ടില്ലേ, അത് അടിപൊളിയായിരുന്നെന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞേ. അതൊന്നും കൂടി പാടാമോ പ്ലീസ് അങ്കിൾ? ഓ അതോ, ഇവന്റെ ഒരു നിർബന്ധം പോലെ നടന്നുപോയതാണ്. പ്ലീസ് അങ്കിൾ പ്ലീസ്. ഇപ്പോഴോ? ശരി, ആയിക്കോട്ടെ അല്ലേ? എന്നോടു മാത്രം ചിരിക്കുന്ന പക്ഷി, മൗനമായി എന്നോടു മാത്രം ചിരിക്കുന്ന പക്ഷി, നമുക്കായി മൗനത്തിൻ മാന്ത്രിക ഭാഷ, നമുക്കായി ചിറകില്ലാതെ പറക്കാം നമുക്കീ ആകാശത്തേരിൽ, ചിറകില്ലാതെ പറക്കാം നമുക്കീ ആകാശത്തേരിൽ. മാത്തുക്കുട്ടി, നിന്നെ കാണുമ്പോൾ മാത്രമാണ് അവൾ പ്രായമായൊരു പെൺകുട്ടിയെ മാറുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചാ, മാത്തുക്കുട്ടി, നിന്റെ ചിന്തകൾ എനിക്കറിയാം. അതിലുപരി ബിൻസിയുടെ മനസ്സും. ബിൻസിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമല്ലേ? കുടുംബത്തിനു വേണ്ടി എന്തു ചെയ്തുവെന്ന് നോക്കിയാണ് കർത്താവ് കുടുംബജീവിത വിളിക്കാർക്ക് മാർക്കിടുന്നത് മോളെ. ജീവിത വിജയത്തിനു വേണ്ടി നമ്മൾ മനസ്സുനൊന്ത് പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ദൈവിക പദ്ധതിക്ക് പാത്രമാകുന്നത് ജനിക്കാനിരിക്കുന്നവരാണ്. അങ്ങനെ ജനിക്കുന്നതിന് മുമ്പേ ദൈവിക പദ്ധതിയുടെ ഭാഗമായവളാണ് എൻ്റെ ബിൻസിമോൾ. ദൈവം ദാനം തന്ന ഭാഗ്യം. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും മരിക്കുമ്പോഴും എന്റെ മോൾക്ക് ഞാനുണ്ട്. അപ്പച്ചൻ എന്നാ മരിക്കണേ? മോളെ, ഞാൻ മരിക്കുന്നത് നിന്റെ നന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും. ഡോക്ടറോ? വാ വാ വാ, ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതെ, ഹോസ്പിറ്റലിൽ നിന്നും നേരെ വരുന്ന വഴിയാ. നിന്റെ ചാച്ചനുണ്ടായിരുന്ന സമയത്ത് എനിക്കെല്ലാത്തിനും ഒരു ബലം എന്റെ മേരിയും നിന്റെ ചാച്ച തോമസുമായിരുന്നു. രണ്ടുപേരെയും കർത്താവ് അങ്ങ് വിളിച്ചു. ഞാൻ വന്ന കാര്യം പറയാം. കുറച്ച് ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഇന്ന് തന്നെ പറഞ്ഞേക്കാമെന്ന് കരുതിയത്. മോളിയുടെ ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം കിട്ടി. പിന്നെ 2 വൃക്കകളും പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് വൃക്കകൾ മാറ്റിവെച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതാണ്ട് എല്ലാവരുടെയും വൃക്കകൾ മോളിക്ക് അനുയോജ്യമാണ്. ആരെങ്കിലും ഒന്ന് സമ്മതം മൂളിയാൽ നാളെ തന്നെ ഞാനത് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. ഡോക്ടറെ, എന്റെ വൃക്ക കൊടുക്കാം. എനിക്ക് സമ്മതമാണ്. മോളി ചേച്ചി, മോളി രക്ഷിക്കണോ? ഒടുവിൽ നീ തന്നെ വേണ്ടി വന്നല്ലോ മോളെ. ഇപ്പോൾ
മനസ്സിലായോ ഈ ബിൻസിമോൾ ആരാണെന്ന്? അവൾ നമ്മളെക്കാളൊക്കെ വിവേകമുള്ളവളും ഈ കുടുംബത്തോട് സ്നേഹമുള്ളവളുമാണ്. പക്ഷേ എല്ലാ സമയങ്ങളിലും അവളിലുള്ള ബുദ്ധി അവളെ അനുസരിക്കുന്നില്ല എന്ന് മാത്രം. കരുണയുള്ള എന്റെ കർത്താവ് ഒരു പരിഹാരം കണ്ടെത്തി തരാതിരിക്കുകയില്ല. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. നിങ്ങളുടെ തീരുമാനം എന്നെ അറിയിച്ചാൽ മതി. ഞാൻ വീട്ടിലുണ്ടാകും. പോലൊരു മോനെ മാലാഖ പോലുള്ള എന്റെ പ്രിൻസിമോൾക്ക് കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കർത്താവ് അവിടെ ഇരിക്കുന്നത്? പരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തിന്റെ ആകെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരുവനുണ്ട്. അവനോടും കൂടി ആലോചിച്ചിട്ട് വേണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ. അവനെയും ഒപ്പം കൂട്ടിയെടുക്കുന്ന തീരുമാനങ്ങൾ നടത്തിത്തരുവാൻ നമ്മോടൊപ്പം അവനുമുണ്ടാകും. ഓരോ കഥകളും ഓരോ ജീവിതങ്ങളാണ്. കാടിളക്കിയ കൊടുങ്കാറ്റിനപ്പുറം, അലതല്ലിത്തകരുന്ന തിരമാലകൾക്കപ്പുറം, ആരവത്തോടെ പെയ്തുപോയ പേമാരിക്കപ്പുറം, മരം പെയ്യുന്ന സംഗീതം പോലെ, ഇലമർമരങ്ങളുടെ ധ്വനി പോലെ ജീവിതം തെളിമയാണ്. വീടൊരു മരമാണെങ്കിൽ അപ്പനതിന്റെ തണലാണ്, അമ്മയതിന്റെ തണുപ്പും. ആ തിരിച്ചറിവിന്റെ മരച്ചില്ലയിൽ ചേക്കേറുന്ന കിളികളാണ് നാം ഓരോരുത്തരും. സ്നേഹത്തോടെ കൈകൾ ചേർത്ത് പിടിച്ച് ക്രൈസ്തവ സ്നേഹത്തിൽ അടിസ്ഥാനമായി ജീവിതക്കുന്നു കയറാൻ ഞങ്ങളോടൊപ്പം നിങ്ങളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ക്രൈസ്തവ സ്നേഹത്തിന്റെ കെടാവിളക്കായി നമ്മുടെ ഓരോ കുടുംബങ്ങളും എന്നും നിലനിൽക്കട്ടെ. നന്ദി, നമസ്കാരം.